ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരും ഫേവററ്റായ തിൻ ക്രസ്റ്റ് പിസ്സയാണ് കേട്ടോ നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ മൈദ എടുത്തിട്ടുണ്ട് കുറച്ച്. അതേപോലെ നമുക്ക് വേറെ വേണ്ടതാണ് ഈസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് ലൂക്ക് വാം വെള്ളം വേണം. ഇതൊക്കെ നമുക്ക് ഈസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒറിഗാനോ എടുത്തിട്ടുണ്ട്, ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങളുണ്ട്, പക്ഷേ ആക്കാൻ ഈസിയാണ് കേട്ടോ. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിലൊരു മസ്റ്റാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ഇതിൽ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിന് മസ്റ്റാണ് കേട്ടോ. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് തിൻ ക്രസ്റ്റ് പിസ്സ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ഒത്തിരി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈസ്റ്റ് ഒന്ന് കുതിർക്കാൻ വെക്കുക വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് 1/4 to 1/2 അടുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ലൂക്ക് വാം വാട്ടറും അതേപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇത് ഫെർമെൻ്റായിട്ട് പൊങ്ങി വരും. ഓക്കെ, അടുത്തതായിട്ട് ചിക്കൻ മാരിനേഷനാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ചിക്കൻ പിസ്സേൻ്റെ മുകളിൽ ഇടുന്ന ആ ടോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളൊരു പാനിനകത്ത് അത്യാവശ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഏതെങ്കിലും ഈ രണ്ടിൽ ഒരു ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഈ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഒന്ന് ഈവണായിട്ടൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ചിക്കൻ പീസ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പനീർ ആക്കാം ഇതേപോലെ. അപ്പോൾ പനീർ പ്രത്യേകിച്ച് ജസ്റ്റ് ഉപ്പും ഇതുപോലെ കുരുമുളക് ഇടണമെന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി ചില്ലി പൗഡർ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യുക വേണ്ട. അതിൽ മെയിനായിട്ട് ഞാൻ ഇവിടെ സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ സവാള ഇതുപോലെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അറിയാലോ എങ്ങനെയാണോ പിസ്സയിൽ ഇങ്ങനെ പീസസ് വെച്ചിട്ടുണ്ടാവുക, ഒണിയൻ്റെ അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു സൈസിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഞാൻ ഇതുപോലെ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ചെറി ടൊമാറ്റോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒലീവ്സ് ആഡ് ചെയ്യാം. അതൊക്കെയാണ് യൂഷ്വലി പിസ്സയിൽ നമ്മൾ കാണുന്ന ഇത്. അതുപോലെ മഷ്റൂംസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിന് പകരമായിട്ട് മഷ്റൂം ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലിപ്പം കുട്ടികൾ കഴിക്കുന്ന ഓൺലി ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോൾ ഈ ഇട്ട ക്യാപ്സിക്കം പോലും അവരെടുത്ത് മാറ്റും കേട്ടോ. അപ്പം മിനിമം രീതിയിൽ എന്തെങ്കിലും ഇടേണ്ടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്യാപ്സിക്കം വീഡിയോ എടുക്കുന്ന പേർപ്പസിന് കൂടി ആഡ് ചെയ്യുന്നതാണ്. അല്ലാതെ അവർ ഒണിയനും ക്യാപ്സിക്കും ഒന്നും കഴിക്കില്ല, ഓൺലി ചിക്കനാണ് കഴിക്കുക. അതുകൊണ്ട് ഞാൻ ബാക്കി വെജിറ്റബിൾസൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും കൂടി ഇട്ടില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല, ബേസിക് ടേസ്റ്റ് വേണമല്ലോ. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് ടേൺ ചെയ്ത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് ഈവണായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുക്കാവും, ബോൺലെസ് ചിക്കൻ ആണല്ലോ, അപ്പം നമ്മൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതേസമയം നമ്മൾ വേറെ ഒരു ബേണറിൽ ഞാനിവിടെ ഇപ്പോൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചൂട് കയറ്റിയാൽ മതി. ഒരുപാട് റോയോ ആവാൻ പാടില്ല, പക്ഷേ ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ട. ഒരു ഓയിൽ കോട്ടിങ് വരണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഓക്കെ, റോ ആയിരിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ടോപ്പിങ്ങിനുള്ള വെജിറ്റബിളും ചിക്കനും ഒക്കെ റെഡിയാണ്. ഇവിടെ നമ്മുടെ ഈസ്റ്റും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ള ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, പിസ്സ ബേസ് റെഡിയാക്കാനുള്ള മാവ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പിലേക്കാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 150 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് 2 വലിയ പിസ്സ ആക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിനകത്തേക്ക് നമ്മളിപ്പം ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ഈ ഈസ്റ്റിൻ്റെ കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒലീവ് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. അപ്പം നല്ല സോഫ്റ്റ് ഡോ ആയിരിക്കണം. ആദ്യം നമുക്ക് കയ്യിൽ ഒട്ടുന്നതായിട്ട് തോന്നും, പക്ഷെ നമ്മൾ പോയി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് മാറും. കയ്യിലൊന്നും ഒട്ടാതെ നല്ല പാകത്തിന് നമ്മൾ സാധാരണ ആട്ടയൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പാകത്തിൽ അതിനേക്കാളും സോഫ്റ്റ് ആയിരിക്കണം. ഓക്കെ, ടൈറ്റ് ആവാൻ പാടില്ല ഡോ തീരെ. കുറച്ച് കയ്യിൽ മൈദ ആയതുകൊണ്ട് ഒട്ടുന്ന പോലെ ഉണ്ടാവും. ബട്ട് എണ്ണ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒലീവ് ഓയിൽ തന്നെ ആക്കണം കേട്ടോ. ഇതുപോലെ ഇതാ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കണ്ടാൽ അറിയാലോ. ഇനി നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം ഞാനിവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു 2 hours മാറ്റി വെച്ചാൽ ഇത് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് വരും. പക്ഷെ ഞാനിപ്പോൾ അധിക സമയം വെച്ചിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കേണ്ട പേർപ്പസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് കാരണം ഞാൻ ഒരു 1/2 hour വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ, നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ കുറച്ച് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അത് കുറച്ചും കൂടി വലിയ പീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസസും ഇതുപോലെ ഈവനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ ഇതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വെച്ചിട്ട് 2 ബേസാണ് ആക്കുന്നത്, പിസ്സ ബേസാണ് ആക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റാണ്. നമ്മൾ മെല്ലെ കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കൈ വെച്ചിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഈ ചപ്പാത്തിയാക്കുന്ന കോല വെച്ചിട്ട് നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ഇതാ ഞാൻ നല്ല ഫ്ലാറ്റായിട്ട് വളരെ തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മുടെ സാധാരണ പിസ്സ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിൽ തന്നെ വെച്ച് അത് പൊങ്ങി വരും. ഓക്കെ, ഇതിപ്പോൾ തിൻ ക്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ തിന്നായിട്ടാണിത് പരത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് താഴെ മാറ്റിൽ സ്റ്റിക്കാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഫെർമെൻ്റായ മാവായ കാരണം അല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യുക വേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസ് ആദ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പിസ്സ ഒക്കെ ആക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ മൊസറല്ല ചീസായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ചീസും ഉപയോഗിക്കാം, ബട്ട് ഇതായിരിക്കും ഏറ്റവും അതിൻ്റെ ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഇനി ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ പരത്തി വെച്ച പിസ്സ ബേസ് ഉണ്ടല്ലോ, തിൻ ക്രസ്റ്റായിട്ട് വളരെ തിന്നായി പരത്തി വെച്ചത് നമ്മൾ ഈ പാനിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടത് കുക്ക് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, അത് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 ഭാഗം ഒരുപോലെ ഈവനായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറി ശരിക്കും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത്. അതിനാണ് ക്രസ്റ്റ് നല്ല ക്രിസ്പിയൊക്കെ ആയി വരുന്നത് വീണ്ടും നമ്മൾ തിരിച്ച് ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ചിട്ട് നമ്മൾ ഫർദർ കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഫസ്റ്റ് ജസ്റ്റ് ഒരു ബേസ് നമ്മൾ ഒട്ടാണ്ടിരിക്കാനും അതിൻ്റെ ഒരു ബേസ് പ്രിപ്പറേഷനാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കി ബേസും റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ ഒന്നാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സോസ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പിസ്സ സോസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ മേടിച്ച സോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാനും പറ്റും കേട്ടോ. വീട്ടിൽ നമുക്ക് പിസ്സ സോസ് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ നല്ലതായിട്ട് ഈ ബേസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക. ഇനി നമ്മൾ ഈവണായിട്ട് ബാക്കിയില്ല നമ്മുടെ ടോപ്പിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ പീസസാണ് ആദ്യം നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ചിക്കൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഇതിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം.
അത് കാരണം ഞാൻ ഇതാണ് മാക്സിമം വെക്കുന്നത്. അതുകൂടാതെ നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മഷ്റൂമോ അതുപോലെ പനീർ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. എല്ലാം സെയിം പ്രോസസ്സാണ്. നിങ്ങളുടെ ടോപ്പിങ്സ് മാത്രമേ ആവശ്യമനുസരിച്ച് മാറ്റിയാൽ മതി. ഒലീവ്സ് ഒക്കെ ഇട്ടാൽ തീർച്ചയായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്യാപ്സിക്കം അതുപോലെ തന്നെ ഓണിയൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, ചിക്കനും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് ചീസ് നമ്മൾ നല്ലതായിട്ട് ചീസിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഒത്തൻറ്റിക് നമ്മൾ ഇറ്റാലിയൻ പിസ്സ ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റാണ്. നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സൊക്കെ പോയാൽ തിൻ ക്രസ്റ്റ് പിസ്സ എന്ന് പറഞ്ഞ് വാങ്ങിയാൽ നമുക്ക് ഒത്തിരി കാശും ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴുള്ളൊരു മനസ്സിനുള്ള സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റിൽ കുട്ടികൾ വീട്ടിലുള്ള എല്ലാവരും ഇത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്കും ഭയങ്കര സന്തോഷമാവും. ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ബേസ് ഒന്ന് കുഴച്ചാക്കണം എന്നുള്ള ആ ഒരു ടൈം കൺസ്യൂമിങ്ങേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ നന്നായിട്ടൊരു ലെയർ മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാക്സിമം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലൊരു ലെയർ തന്നെ തിക്കായിട്ട് ഇടുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഫ്ലേവറിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് ഇനി ബാക്കിയുള്ളൂ. നമ്മുടെ എല്ലാ സെറ്റിങ്സും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് 2 തരത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു 15 to 18 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും ഈ ക്രസ്റ്റ് നല്ല ഇത് ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ നമ്മൾ കുറേയും കൂടി സമയം ഒരു 4 to 5 മിനിറ്റ്സ് ഇനിയും വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ പാനിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 2 ടൈപ്പിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത്, എനിക്ക് ഓവനിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണോ അറിയില്ല, ഈ ബേസ് നല്ല ക്രിസ്പി ആവുന്നത് പാനിൽ വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ടോപ്പിങ്സ് ഈ മെൽറ്റ് ആവുന്നതും ഇതൊക്കെ നല്ല പാകത്തിൽ എനിക്ക് തോന്നിയത് ഓവനിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു പേഴ്സണലി തിൻ ക്രിസ്പ് പിസ്സ ഈസ് ബെസ്റ്റ് ഓൺ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ടേസ്റ്റി ആയിരുന്നു. കട്ടിങ് ഇച്ചിരി പാടാണ്, ബിക്കോസ് പിസ്സ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ക്രിസ്പിയായ സാധനമായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ കത്തി മാത്രം വെച്ചിട്ട് പറ്റില്ല. നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു, ബൈ.